എന്റെ സിരകളിലൂടെ രക്തമല്ല പൊള്ളുന്ന സിന്ദൂരമാണ് ഒഴുകുന്നത്. പാകിസ്ഥാന്റെ വ്യോമതാവളം ഇപ്പോൾ ഐസിയുവിലാണ്. അതിരൂക്ഷമായി പാകിസ്ഥാനെ പരിഹസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത്. പാകിസ്ഥാന്റെ തനിനിറം പുറത്തു കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിച്ചു. അതിന് ചുക്കാൻ പിടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ഇന്ത്യയിലെ 140 ജനങ്ങൾക്ക് പകർന്നു നൽകിയ ആത്മവിശ്വാസത്തിൽ സ്വന്തം കൂരയ്ക്ക് താഴെ ഭയമില്ലാതെ ഉറങ്ങാൻ കഴിയുമെന്ന് തെളിയിച്ചു തന്ന ദിനങ്ങളായിരുന്നു പിന്നിട്ടത്. ഇപ്പോൾ പാകിസ്ഥാൻ മുട്ടടിക്കുന്നുണ്ടെങ്കിൽ അതിൽ മോദിയുടെ നയതന്ത്ര വിജയത്തിന്റെ തെളിവ് കൂടിയാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയാതെ വയ്യ. അദ്ദേഹം ഇപ്പോൾ പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: പാകിസ്ഥാന്റെ പ്രധാന വ്യോമതാവളമായ റഹീം യാർ ഖാൻ എന്ന ഐസിയുവിലാണ് എന്നതാണ്. രാജസ്ഥാനിലെ ബിക്കോണറിൽ സംഘടിപ്പിച്ച പൊതു റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഡൽഹിയിൽ നിന്ന് ഞാൻ ബിക്കോനോറയിലെ നാൾ വിമാനത്താവളത്തിൽ വന്നിറങ്ങി. പാകിസ്ഥാൻ ഇവിടെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ അത് നടന്നില്ല. അതിർത്തിക്ക് അപ്പുറം പാകിസ്ഥാനിൽ ഒരു വ്യോമതാവളമുണ്ട്, പക്ഷേ അത് ഐസിയുവിലാണ്. ഇപ്പോൾ തുറക്കുമെന്ന് അറിയില്ല. അതുപോലെ ഈ മണ്ണിനെ കൊണ്ട് സത്യം ചെയ്യുന്നു, രാജ്യത്തെ തകർക്കാൻ ഞാൻ അനുവദിക്കില്ല, രാജ്യത്തെ തലകുനിക്കാൻ അനുവദിക്കില്ല. ഇന്ത്യ നിശബ്ദത പാലിക്കുമെന്ന് കരുതിയവർ ഇപ്പോൾ ഒളിവിലാണ്. ആയുധങ്ങളെക്കുറിച്ച് വീമ്പിളക്കിയവർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഒരു പ്രതികാര നടപടിയല്ല, നീതിയുടെ പുതിയ രൂപമാണ് എന്നും ഭാരതമാതാവിൻ്റെ സേവകനായ മോദി ഇപ്പോൾ തലയുയർത്തിപ്പിടിച്ച് ഇവിടെ നിൽക്കുകയാണ്. മോദിയുടെ രക്തം ചൂടാണ്. ഇപ്പോൾ സിരയിലൂടെ രക്തമല്ല ഒഴുകുന്നത്, ചൂടുള്ള സിന്ദൂരമാണ്. പാകിസ്ഥാനുമായി ഇനി ചർച്ചയോ വ്യാപാരമോ ഉണ്ടാകില്ല എന്നും പ്രധാനമന്ത്രി ഇവിടെ അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതേസമയം ഭീകരർ മതം നോക്കി നിരപരാധികളെ കൊന്നു. ഭീകരരെ ഇല്ലാതാക്കുമെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിജ്ഞയെടുത്തു. രാജ്യത്തെ സേന ജനങ്ങളുടെ ആശീർവാദത്തോടെ തന്നെ തിരിച്ചടിച്ചുവെന്നും ഈ സർക്കാർ 3 സേനകൾക്കും സമ്പൂർണമായ സ്വാതന്ത്ര്യം നൽകി. 3 സേനകളും ചേർന്നുകൊണ്ട് തന്നെ ചക്രവാക വ്യൂഹം തീർത്തു. ഏപ്രിൽ 22-ന് ഭീകരർ നടത്തിയ ആക്രമണത്തിന് 22 മിനിറ്റിൽ മറുപടി നൽകുകയും 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർക്കുകയും സിന്ദൂരം മായ്ച്ച തിരിച്ചടി എങ്ങനെയാകുമെന്ന് പാകിസ്ഥാന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ ജനസഭ രാജസ്ഥാനിലെ അതിർത്തി ജില്ലയിലാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇത് നീതിയുടെ പുതിയ സ്വരൂപമാണ്. ഇത് കേവലം പറച്ചിലല്ല, ഇത് പുതിയ ഭാരതത്തിന്റെ സ്വരൂപമാണ് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയതും. ഇത് പുതിയ ഭാരതമാണ്. ആറ്റം ബോംബ് കാണിച്ചു പോലും ഭാരതത്തെ പേടിപ്പിക്കാൻ പാകിസ്ഥാൻ നോക്കേണ്ട എന്നും പാകിസ്ഥാന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കളികൾ ഇനി ഇവിടെ നടക്കത്തില്ല എന്നും പാകിസ്ഥാനെ തുറന്നു കാട്ടാൻ പ്രതിനിധി സംഘം ലോകം മുഴുവനും പോവുകയാണ്. പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം ലോകം മുഴുവനും തുറന്നു കാട്ടും. രാജ്യത്തെക്കാൾ പ്രാധാന്യം മറ്റൊന്നുമില്ല എന്നും രാജസ്ഥാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഏപ്രിൽ 22-ന് തീവ്രവാദികൾ നമ്മുടെ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ മതം ചോദിച്ചും നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം തുടച്ചു മാറ്റിയതും ആക്രമണം നടത്തി. പഹൽഗാമിൽ ഉതിർന്ന വെടിയുണ്ടകൾ 140 കോടി ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളെ മുറിവേൽപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചു. 3 സേനകളെയും ചേർത്ത് പാകിസ്ഥാൻ മുട്ടുകുത്താൻ നിർബന്ധിതരാകുമെന്ന തരത്തിൽ പോലും ചക്രവ്യൂഹം തീർക്കുകയാണ് ചെയ്തതും. ദേശീയ സുരക്ഷയിൽ തന്റെ സർക്കാരിന്റെ ഉറച്ച നിലപാട് എടുത്തു കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നതും. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടി വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയായിരുന്നു. പാകിസ്ഥാനിലെ 9 വലിയ ഭീകര കേന്ദ്രങ്ങൾ 22 മിനിറ്റിനുള്ളിൽ ഇന്ത്യൻ സൈന്യം നശിപ്പിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരവും മായ്ക്കാൻ വന്ന ഭീകരർ പൊടിയായിപ്പോയി, അതായത് ഭസ്മമായിപ്പോയി. സിന്ദൂരം വെടിമരുന്നായി മാറിയപ്പോൾ അതിന്റെ ഫലം എല്ലാവർക്കും കാണാൻ കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.